അസാനി രണ്ടാമത്തത് മൻ ജഅല ബൈനഹു വബൈന അല്ലാഹ്, ആരാണോ അള്ളാഹുവിനും തനിക്കിടയിലുമാക്കിയത് വസായിത, ചില ഇടയാളന്മാരെ, മധ്യവർത്തികളെ, എന്നിട്ട് യദ്ഉഹും, ഇവൻ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അവരെ വിളിച്ച് ദുആ ചെയ്യുന്നു, വയസ്അലുഹും, അവരോട് എന്നിട്ട് ഇവൻ ചോദിക്കുന്നു അശ്ശഫാഅത, ശഫാഅത്ത് ചോദിക്കുന്നു, ശുപാർശ ചോദിക്കുന്നു, എന്റെ കാര്യം റബ്ബിനോട് പറയണം എന്ന് പറയുന്നു, വയതവക്കലു അലൈഹിം, അവരിൽ തവക്കുലാക്കുന്നു, ഇവൻ അള്ളാഹുവിനും അവനും ഇടയിൽ വെച്ച ചില മധ്യവർത്തികളെ അവരിൽ അവൻ തവക്കുലാക്കുന്നു, അവരെ ഭരമേൽപ്പിക്കുന്നു, അങ്ങനെയുള്ളവനും കഫറ, കാഫിറായി തീരും, ഇജ്മാഅൻ, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത നിലക്ക്. നോക്കൂ, ഇത് നമ്മൾ ആദ്യം വായിച്ച ശിർക്കിൽ ഉൾപ്പെടുന്നത് തന്നെയാണിത്. പക്ഷെ ഇത് പ്രത്യേകം ശേഖ് എടുത്തു കൊടുത്തത് എന്ത് കാരണത്താലാണ്? കാരണം എന്നാൽ ശിർക്കിൽ മുസ്ലിമീങ്ങളായിരുന്ന ഒരുപാട് പേരെ ശൈത്താൻ ചാടിച്ചിട്ടുള്ളത്, വീഴ്ത്തിയിട്ടുള്ളത് ഈ കെണി ഉപയോഗിച്ചിട്ടാണ്. ശിർക്ക് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ അവർക്കറിയാം അത് തെറ്റാണ്. പക്ഷേ ശൈത്താൻ അവർക്ക് പല ന്യായങ്ങളും വന്ന് പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളെങ്ങനെ നേരിട്ട് അള്ളാഹുവിലേക്ക് ചെല്ലും, മറിച്ച് നമ്മൾക്ക് നേരിട്ട് റബ്ബിലേക്ക് എത്താൻ സാധ്യമല്ല, നമുക്കും റബ്ബിനും ഇടയിൽ ചില ആളുകൾ വേണം, നമുക്കും റബ്ബിനും ഇടയിൽ ചില ആളുകൾ വേണം, മഹാന്മാരായ ആളുകൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ. നമ്മൾ അവരോട് നമ്മുടെ കാര്യം പറയും, അവർ അള്ളാഹുവിനോട് പറയും. യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല അള്ളാഹു പഠിപ്പിച്ചത്. فإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അള്ളാഹു പറഞ്ഞു, എന്റെ അടിമകൾ നബിയെ താങ്കളോട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് അള്ളാഹുവിനും നമുക്കുമിടയിൽ വസായിത്ത് പാടില്ല, മധ്യവർത്തികൾ പാടില്ല. എന്നാൽ ഇവർ ചില മധ്യവർത്തികളെ ആക്കി, എന്നിട്ട് അവരോട് തേടുന്നു, അവരോട് ശഫാഅത്ത് ചോദിക്കുന്നു, അവരിൽ തവക്കുലാക്കുന്നു. ഇത് കുഫറാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഉമ്മത്തിലേക്കാണ് വന്നത്, അവരിൽ സംഭവിച്ച ശിർക്ക് ഇതായിരുന്നു, അവർക്ക് സംഭവിച്ച കുഫർ ഇതായിരുന്നു. നോക്കൂ അള്ളാഹുവിന്റെ ഖുർആൻ, ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത പലരെയും അവർ വിളിച്ച് ദുആ ചെയ്യുന്നു, അവരവരെ ഇബാദത്ത് ചെയ്യുന്നു. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഞങ്ങൾ ഇവരോട് പറയും, ഇവർ അള്ളാഹുവിനോട് പറയും. സൂറത്ത് സുമറിൽ നോക്കൂ, 3-ാമത്തെ ആയത്തിൽ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവരുടെ വാക്കായി അള്ളാഹു പറഞ്ഞതാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് അവർ വസായിത്തിനെ ഉണ്ടാക്കി. എന്നിട്ട് ശഫാഅത്ത് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ശഫാഅത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, അള്ളാഹു പറഞ്ഞു ശഫാഅത്ത് മുഴുവൻ റബ്ബിന്റെതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശഫാഅത്ത് ചെയ്യൂ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയേ ശഫാഅത്ത് ചെയ്യൂ. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, ആരുണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ അല്ലാതെ അവനോട് ശുപാർശ പറയാൻ? പിന്നെയോ വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ പറയുകയില്ല. ഇപ്പൊ രണ്ടു കൂട്ടർക്കും റബ്ബിന്റെ അനുമതി വേണം പറയാനുള്ള ആൾക്ക്. ആർക്ക് വേണ്ടിയാണോ പറയുന്നത് അവർ അള്ളാഹു തൃപ്തിപ്പെടുകയും വേണം. പിന്നെന്തിനാ ശഫാഅത്ത്? പിന്നെന്തിനാണ് ശുപാർശ? അത് അള്ളാഹു ശുപാർശ പറയാൻ അവസരം നൽകിയവർക്ക് ലഭിക്കുന്ന ഒരു പദവിയാണത്. കാരണം ആർക്കും അള്ളാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഖിയാമത്ത് നാളിൽ ചിലർക്ക് അള്ളാഹു സംസാരിക്കാൻ അനുവാദം നൽകുന്നു. അവരുടെ വാക്ക് പരിഗണിച്ച് അള്ളാഹു ചിലരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഷഫാഅത്തിൽ ഏറ്റവും പ്രധാനം ഷഫാഅത്തുൽ ഉദ്മ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഷഫാഅത്താണ്. ആ ഷഫാഅത്ത് എന്താണ്?
അതിന്റെ ഉപകാരം മനുഷ്യർക്ക് എല്ലാവർക്കും ലഭിക്കും. മനുഷ്യരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടിയാൽ അവരെ ശുപാർശക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട്, അവരെ വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയാനുള്ള അവസരം ലഭിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. പക്ഷെ റസൂലിനോട് ശഫാഅത്ത് തേടാൻ പാടുണ്ടോ? പാടില്ല. റസൂലിന്റെ ശഫാഅത്ത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശഫാഅത്ത് ലഭിക്കുക ആർക്കാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ ചോദിച്ചു, മൻ അസ്അദു الناس بشفاعتك يوم القيامة يا رسول الله. അല്ലാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? അശ്ശഫാഅത്തു അബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ എന്ന് മൗലൂദ് ഓതുന്നവന് കിട്ടുന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്ത് ചോദിക്കുന്നവന് കിട്ടുമെന്നാണോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദു الناس بشفاعتي يوم القيامة من قال لا إله إلا الله خالصا من قلبه. ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, യാതൊരു കലർപ്പുമില്ലാതെ ഹൃദയം കൊണ്ട്, അങ്ങനെയുള്ള ഹൃദയവുമായി പറഞ്ഞവനാരോ അവനാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്. ഇബാദത്തിന്റെ ഒരംശത്തിനും അർഹതയില്ല അല്ലാഹുവിനല്ലാതെ. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിച്ച, അത് ശരിക്കും ഉൾക്കൊണ്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് തേടിയവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിര് ചെയ്തു, അവന് നബിയുടെ ശഫാഅത്ത് നഷ്ടപ്പെടുകയാണ്. അല്ല, നബി അവന്റെ ശത്രുവാവുകയാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. അതുകൊണ്ട് അള്ളാഹുവിനും പടപ്പുകൾക്കും ഇടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കരുത്. അള്ളാഹുവിനോട് നേരിട്ട് തേടുക. ആരാകട്ടെ, ഇനി എത്ര വലിയ പാപിയായാലും ശരി, അള്ളാഹു അവൻ ദുആ സ്വീകരിക്കുന്നവനാണ്. അവനിലേക്ക് ആത്മാർത്ഥമായി തേടുക, അവനോട് ദുആ ചെയ്യുക. ഒരാളും നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ വേണ്ട, അള്ളാഹുവിനോട് തേടുക. അള്ളാഹു ദുആ സ്വീകരിക്കും. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആരാണ് എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അഹങ്കരിച്ച് മാറിക്കളയുന്നത്, അവർ നിന്നരായി നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് റബ്ബ് ഉത്തരം ചെയ്യും. ദുആ ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് നോക്കിയാൽ മതി, ഉത്തരം അതിന്റെ പിന്നാലെ ഉണ്ട്. ദുആ ചെയ്യുക എന്നത് വലിയ ഭാഗ്യമാണ്. ഉത്തരം അള്ളാഹു നൽകും. നോക്കി, എല്ലാവർക്കും അള്ളാഹിനോട് ദുആ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഹ്മിലു هم الإجابة ولكني أحمل هم الدعاء فإن الإجابة مع الدعاء. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ ഇല്ലേ എന്ന ബേജാറ് എനിക്കുള്ളൂ. ഉത്തരം കിട്ടുന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ബേജാറുമില്ല. കാരണം എന്താ? ഉത്തരം ദുആന്റെ കൂടെയുണ്ട്. ഒരൊറ്റ ദുആ പോലും റബ്ബിനോട് സഹോദര നീ ചെയ്യുന്നത് വെറുതെ ആയിപ്പോല. ഒരൊറ്റ ദുആ വെറുതെ ആവുകയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ധാരാളമായി പ്രാർത്ഥിക്കുക. ഏതേത് കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ. ഫൈനല്ലാഹ ലാ യതഅലമു ഷൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഒരു കാര്യവും വലുതല്ല. അവൻ നമുക്കല്ലേ വലുത്. അള്ളാഹുവിനൊന്നും ചെയ്യാൻ സാധിക്കാത്തതോ വലിയതായതോ പിടിച്ചാൽ പൊങ്ങാത്തതോ ഒന്നും റബ്ബിനില്ല. അത് നമുക്കാണ്. റബ്ബിനൊന്നും പ്രയാസകരമായില്ല. അതുകൊണ്ട് റബ്ബിന് നമുക്കിടയിൽ വസായിത്ത് ആവശ്യമില്ല. അള്ളാഹുലേക്ക് അടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റബ്ബിലേക്ക് അടുക്കുന്ന ഇബാദത്തുകൾ ചെയ്യുക. അത് മുഖേന റബ്ബിലേക്ക് അടുക്കുക, റബ്ബിനോട് പ്രാർത്ഥിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص
والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار